ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ മെച്യൂർഡ് പ്ലാന്റ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. പ്ലാന്റ്സ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് വൻഷിക ഓർക്കിഡ്സ് എന്നാണ്. എൻ്റെ കയ്യിലില്ലാത്ത ഡെൻഡ്രോബിയത്തിൻ്റെ 5 നോർമൽ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സും ഒരു എക്സോട്ടിക് വെറൈറ്റിയും അങ്ങനെ മൊത്തം 6 ഡെൻഡ്രോബിയത്തിൻ്റെ പ്ലാന്റ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ എൻ്റെ കയ്യിലില്ലാത്ത കാറ്റ്ലിയയുടെ ഒരു മെച്യൂർഡ് പ്ലാന്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ മെച്യൂർഡ് പ്ലാന്റ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തില്ലാത്ത കുറച്ച് നല്ല കളേഴ്സും പിന്നെ ആ ഒരു എക്സോട്ടിക് വെറൈറ്റി പ്ലാന്റും അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ പ്ലാന്റ്സ് ഓർഡർ ചെയ്തതാണ്. പ്ലാന്റ്സ് അവിടെ നിന്ന് അയച്ച് എനിക്ക് പിറ്റേ ദിവസം തന്നെ ഇവിടെ കിട്ടി. എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത്. ഡെൻഡ്രോബിയത്തിൻ്റെ മാംഗോസ്റ്റീൻ ആ ഒരു ഐഡിയയിൽ വരുന്ന മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണിത്. 5-6 നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സിസ്റ്റവും ഒക്കെ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിന് ആ ഒരു മാംഗോസ്റ്റീൻ ഫ്രൂട്ടിൻ്റെ കളർ വരുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റിന് മാംഗോസ്റ്റീൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്ക് ഇതാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എനിക്ക് ഈ പ്ലാന്റിന് റേറ്റ് ആയത് 250 രൂപയാണ്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഡെൻഡ്രോബിയം ബനാന റോയൽ ആ ഒരു ഐഡിയയിൽ വരുന്ന പ്ലാന്റാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും ഷൂട്ട്സും റൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു നല്ല പ്ലാന്റ് തന്നെയാണ് ഇതും. ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിന് ആ ഒരു പഴുത്ത പഴത്തിൻ്റെ കളറാണ് വരുന്നത്. ഈ പ്ലാന്റും നമ്മൾ നേരത്തെ കണ്ട മാംഗോസ്റ്റീൻ പോലെ തന്നെ ഒരു ഫ്രീക്വൻറ്റ് ബ്ലൂമിങ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൽ സാധാരണ ഫ്ലവേഴ്സ് നല്ല നീളത്തിൽ വലിയ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഉണ്ടാവാറ്. പ്ലാന്റിൻ്റെ ഐഡിയും റെഫറൻസ് പിക്കും ഇതാണ്. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള യെല്ലോയും വൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വന്നിട്ട് കാണാൻ നല്ല രസമുള്ള പൂക്കളാണ്. നമ്മുടെ അടുത്ത പ്ലാന്റിൻ്റെ ഐഡി വരുന്നത് ഗ്ലോറി വൈറ്റ് എന്നാണ്. ഇതൊരു കോമ്പാക്റ്റം വെറൈറ്റി ആണ്. ഈ പ്ലാന്റ് അധികം ഹൈറ്റ് വെക്കാത്ത ഒരു ടൈപ്പാണ്. അധികം ഹൈറ്റ് വെക്കാതെ നല്ല ബുഷിയായിട്ട് വളരണ ഒരു സ്ട്രക്ചറാണ് ഈ പ്ലാന്റിൻ്റേത്. ഇതും ഫ്ലവേഴ്സ് നല്ല ക്ലസ്റ്റേഴ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻറ്റ് ബ്ലൂമിങ് പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ റെഫറൻസ് പിക്കും ഐഡിയും ഇതാണ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സോട്ടിക് വെറൈറ്റി ഡോൺ മേരി. ഡെൻഡ്രോബിയത്തിന്റെ നോർമൽ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഞാൻ എപ്പോഴും കാണുമ്പോൾ ഇതിൻ്റെ പ്ലാന്റ് വാങ്ങിക്കണം എന്ന് വിചാരിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈറ്റ് ഗ്രീൻ കളർ ലീവ്സും 3-4 ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു നല്ല പ്ലാന്റ് തന്നെയാണ്. എനിക്ക് ഈ പ്ലാന്റിന് റേറ്റ് ആയത് 575 രൂപയാണ്. വേറെ പല നഴ്സറികളിലും ഇതിൻ്റെ ഈ മെച്യൂർഡ് പ്ലാന്റിന് ഇതിനേക്കാളും നല്ല റേറ്റ് വരുന്നുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ ഐഡിയും റെഫറൻസ് പിക്കും. കാണാൻ നല്ല ഭംഗിയുള്ള ഈ പൂക്കളാണ് ഈ പ്ലാന്റിൻ്റെ ഹൈലൈറ്റ്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഡെൻഡ്രോബിയത്തിൻ്റെ കിങ് കോബ്ര എക്സ് വാരവൺ ആ ഒരു ഐഡിയയിൽ വരുന്ന മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. ഇതൊക്കെ ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ ഉള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും. ഈ പ്ലാന്റിൻ്റെ മെച്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് സ്പൈക്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരൊറ്റ സ്പൈക്കിൽ തന്നെ ഒരുപാട് പൂക്കളും ഉണ്ടാവും. ഫ്ലവേഴ്സ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ പ്ലാന്റ് ഡെൻഡ്രോബിയത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ഒരു ക്രോസ് ആണ്. പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്ക് ഇതാണ്. ഇനി നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ അവസാനത്തെ പ്ലാന്റ് എങ്ങനെയുണ്ട് നോക്കാം. ഡെൻഡ്രോബിയം സൂപ്പർനോവ റെഡ് ആ ഒരു ഐഡിയയിൽ വരുന്ന നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. 5-6 നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ഷൂട്ട്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സിസ്റ്റവും ഒക്കെ ആയിട്ട് ഒരു നല്ല പ്ലാന്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഇത്രയും പ്ലാന്റ്സ് കണ്ടതിൽ ഒരു പ്ലാന്റ് മാത്രമാണ് എടുക്കണതെങ്കിൽ പ്ലാന്റിന് റേറ്റ് വരുന്നത് 275 രൂപയാണ്. ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 ആണ്. നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വലിയ ഡാർക്ക് റെഡ് മെറൂൺ ഫ്ലവേഴ്സ് ആണ് ഈ പ്ലാന്റിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇനി നമുക്ക് അവസാനത്തെ നമ്മുടെ കാറ്റ്ലിയയുടെ പ്ലാന്റും കൂടി എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഭംഗി കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പ്ലാന്റിൻ്റെ ഐഡിയ അറിയില്ല. ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. അധികം ഹൈറ്റ് വെക്കാതെ നല്ല ബുഷിയായിട്ട് വളരണ ഒരു സ്ട്രക്ചറാണ് ഈ പ്ലാന്റിൻ്റേത്. കാണാൻ നല്ല ഭംഗിയുള്ള ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് ഈ പ്ലാന്റിന്. എനിക്ക് ഈ പ്ലാന്റിന് റേറ്റ് ആയത് 300 രൂപയാണ്. ഈ പ്ലാന്റ് പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. ഈ കാറ്റ്ലിയയുടെ പ്ലാന്റ് ഒഴിച്ച് നമ്മൾ നേരത്തെ കണ്ട ഡെൻഡ്രോബിയത്തിൻ്റെ ബാക്കി എല്ലാ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല അഫോർഡബിൾ റേറ്റിൽ ഇവരെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.
മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്